Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് എങ്ങനെ സ്വയം മനസ്സിലാക്കാം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തില്ല എന്നതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ശ്രദ്ധ പോവും എന്നുള്ളതാണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കാനും പറ്റും. അതായത് എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗ്രേറ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ വളരെ ഞാൻ ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെതായ രീതിയിൽ പ്ലെന്റി ഓഫ് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്ലെന്റി ഓഫ് എമൗണ്ട് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, അങ്ങനെയുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വളരെയധികം ഹാപ്പി ആകും എന്നുള്ളത്. അതായത് ഉള്ളതിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കൂടി ഹാപ്പിനെസ് ഉണ്ടാവും. എന്നാൽ എന്തില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അൺഹാപ്പി ആകും. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് ആണ്, അല്ലെ? അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഹാപ്പി ആണ്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ നമ്മൾ ഗ്രേറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട്. നോക്കാം. ഒന്നാമത്തെ കാര്യം, വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ, അതിപ്പോൾ ഒരു സൈനാണോ? അങ്ങനെയല്ല. നമുക്ക് ഫിയർ ഇല്ലാതെ, നമ്മളെ ജഡ്ജ് ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും നമ്മളെ അങ്ങ് കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഫീലിങ്സ് എന്താണോ അത് കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് മുഴുവനായി കേട്ടതിന് ശേഷം, ഒരു പക്ഷേ അതിലൊരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷമാണ് അവർ അഭിപ്രായം പറയുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കറക്റ്റായി ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്കിടയിൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ മെച്യൂറായിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരിക്കും. അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ ഓൾറെഡി വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളും ഒരുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ കുറെ കൂടി നമ്മൾ എന്താകും, വൈകാരികമായി അവരുമായിട്ട് അടുത്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഫാക്ടർ, അതായത് ഒരു ഫിസിക്കലായി അവരെ കാണാൻ ഭംഗിയുണ്ട്, അവർക്ക് ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ടൊക്കെയാണ് അവരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് അവരുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ, അവരുമായിട്ട് അവരുടെ സ്വഭാവം നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഓക്കെ ആയിരിക്കും. എന്തെന്നില്ലാതെ ആ ഒരു ഫാക്ടർ മനസ്സിലാക്കാതെ തന്നെ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് വളരെ ഈസി ആക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഗ്രേറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം, റെസ്പെക്റ്റ്. നിങ്ങൾ മ്യൂച്വലി വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എത്രത്തോളം അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ നമുക്കൊരു കെയർ കൊടുക്കും, അല്ലെ? നമുക്ക് നമ്മളെപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കും നിങ്ങൾ ആ ഒരു റെസ്പെക്ട്, ആ ഒരു സ്പേസ്, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ ഒരു റെസ്പെക്റ്റിന്റെ ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നിങ്ങൾ ആ ഒരു പ്രാധാന്യം അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു റെസ്പെക്ട് കറക്റ്റായി മ്യൂച്വലായി പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, പരസ്പരം ക്വാളിറ്റി ടൈം ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം വളരെയധികം ഹെൽത്തി ആയി, വളരെയധികം നിങ്ങളെ സ്വയം എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഗ്രോത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിൽ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മറ്റൊരു സൈൻ. നെക്സ്റ്റ് വൺ, എപ്പോഴും സ്നേഹമുള്ളിടത്തെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകൂ എന്ന് പറയാറുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെന്റ് ഒക്കെ വരുന്ന സമയത്ത് അത് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾക്കിടയിൽ തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സൈന്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം നേരിടുന്ന സമയത്ത്
അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേരിടുകയോ ചെയ്യുന്ന സമയത്ത് അത് തുറന്ന് പറയാതെ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരിക. പക്ഷേ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ കറക്റ്റായി പരിഹരിക്കപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രേറ്റ് ആണ് എന്നതിൻ്റെ. ഇനിയും ഒരുപാട് സയൻസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രോപ്പർ നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ഗ്രേറ്റ് ആക്കി മാറ്റാൻ സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്ന ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടി കൂടാതെ ഇപ്പോൾ തന്നെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂവിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഇഷ്യൂസ് പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒട്ടും മടിച്ചു നിൽക്കാതെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഇന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.